ചതുര്യാവ എന്ന് പറയുമ്പോൾ നാലാമത്തെയാ സാൻസ്ക്രിറ്റില്. അപ്പൊ ചതുര്യാവാൻ ദൈവം എന്ന് പറയുമ്പോൾ നാലാമത് ഒരു ദൈവം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, മോക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ വിദ്യാൻകുട്ടി പച്ചനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. യേശുക്രിസ്തു മാത്രമല്ല ദൈവം എന്ന് എന്നോട് അച്ഛൻ പറയുമായിരുന്നു. അവസാനം ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചൊരു റെവലേഷൻ ഞാൻ കണ്ടു. യൂസ്തുസ് ജോസഫിന്റെ പേര് പിന്നീട് പല മതങ്ങളുടെ പേരുകൾ ചേർത്തൊരു പേരാക്കിയല്ലോ, യോയോ രാലിസൺ. യോയോ രാലിസൺ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ, രാമൻ, അലി, വത്സൻ. അതായത് യഹൂദൻ, രാമൻ ഹിന്ദു, അലി മുസ്ലിം, വത്സൻ ക്രിസ്ത്യാനി. യൂസ്തുസ് ജോസഫ് ഒരു സഭ സ്ഥാപിച്ചു. ഈ ഒരു പ്രവചനം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് കൃത്യമായ ഒരു തീയതി പ്രവചിക്കുന്നത്. അങ്ങനെ പ്രവചിച്ചപ്പോൾ CMS സഭ വിട്ടുപോകേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ പുറത്താക്കി. ആ കാലഘട്ടത്തിൽ ഉണ്ടായ അദ്ദേഹത്തിന്റെ അനുയായികളായ ആയിരക്കണക്കിന് ആളുകളോടൊന്നിച്ച് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അങ്ങനെ വരാതെ വന്നപ്പോൾ ഇവർ നിരാശരാകുകയും വലിയൊരു വിഭാഗം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ഇവരൊരു സഭയായിട്ട് രൂപപ്പെടുത്തി. അതിന് യൂയോമയ, കന്നേറ്റി ഉണർവ് സഭ എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അതിന് യൂയോമയം എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെ യൂയോമയം എന്നുള്ള ഒരു സമൂഹമായിട്ട് ഒരു കൂട്ടം ആളുകൾ യൂസ്തുസ് ജോസഫിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ, ആ ഒരു വിശ്വാസ താല്പര്യങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന കുറെ ആളുകൾ ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെ മുന്നോട്ട് പോയി. ആ കൂട്ടത്തിൽ പെട്ടവരാണ് നിങ്ങളുടെ കുടുംബം, അല്ലേ? അപ്പൊ സിജിയുടെ ഫാദറൊക്കെ ആ വിശ്വാസത്തിലായിരുന്നു. അതെ. ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എന്നോട് കൂടെ അതിഥികളായി പാസ്റ്റർ കിഷോറും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിജി കിഷോറുമുണ്ട്. ഇരുവരും നമ്മളോട് നേരത്തെ സംസാരിച്ചിരുന്നു. യൂസ്തുസ് ജോസഫിൻ്റെ സന്തതി പരമ്പരയിൽ 5ാം തലമുറയിൽപ്പെട്ട വ്യക്തിയാണ് പ്രിയ സിജി കിഷോർ. സംഗീത അക്കാദമിയിൽ നിന്ന്, സംഗീത കോളേജിൽ നിന്ന്, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയവരാണ് ഇവർ രണ്ടുപേരും. സംഗീതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്വന്തമായി മ്യൂസിക് സ്കൂളുണ്ട്. ലോകമെങ്ങുമായി നിരവധി വിദ്യാർത്ഥികൾ അവരുടെ കീഴിൽ, അതായത് അവർ പറയുന്നത് 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളുണ്ട്. ഈ 70ാം വയസ്സിൽ ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ എത്തും, എവിടെ എത്തും? അത് 68 വയസ്സിലൊരു സ്റ്റുഡന്റ് എനിക്ക് കയറി. ആ സ്റ്റുഡന്റ്, ഞാൻ ഓർത്തു ഇതെങ്ങനെയാ, നല്ല ഷിവറിങ് ഒക്കെ ആയിരിക്കുമല്ലോ. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല യങ്ങായി. അവരുടെ ആ വോയിസ് നല്ല ഷിവറിങ് ഒക്കെ മാറി, നല്ല ശബ്ദമായി. ഇപ്പൊ നന്നായിട്ട് അവരിപ്പോ സീനിയറായി എൻ്റെ സ്റ്റുഡന്റ്. നല്ല പാട്ടുകാർ പോലും ഈ ഒരു പ്രായം കഴിയുമ്പോ വെള്ളി അടിക്കുക എന്ന് പറയുന്ന, അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? അതെ. പറഞ്ഞാൽ ഈ ചെറുപ്പത്തിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും സാഹചര്യം കൊണ്ട് കഴിയാതെ പോയ അനേകരുണ്ട്. അവർക്ക് ഇപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ആ പഴയ ആഗ്രഹം ഇപ്പൊ അവർ പുറത്തെടുത്ത് പഠിക്കുന്നു. അവരെ പാട്ടുകാരാകാൻ വേണ്ടിയൊന്നും അല്ല, അവരുടെ ഒരു കൗതുകം കൊണ്ടും അവരുടെ താല്പര്യം കൊണ്ടും പഠിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായത്. അപ്പം 7 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാണെങ്കിലും അവർക്ക് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ എത്ര പേരെയാ ഒന്നിച്ചത് പഠിപ്പിക്കുന്നത്? ഇല്ല, ഇപ്പം ന്യൂയോർക്കിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് കയറുന്നുണ്ടെങ്കിൽ അതിപ്പം രാവിലെ അവരുടെ 7:30 മുതലാണെങ്കിൽ 8:30 വരെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കും. ഓരോരുത്തർക്ക് വേണ്ടിയ ക്ലാസ്. കാരണം ഒരു സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ 10 കഴിവായിരിക്കും അവർക്ക്. ഓക്കെ. ചിലർക്ക് നല്ല അസാധ്യ കഴിവായിരിക്കും. അതായത് ഇപ്പൊ ഈ ഓൺലൈനിൽ പഠിപ്പിക്കുമ്പോൾ നമുക്കിത് എല്ലാരെയും ഒന്നിച്ചിരുത്തി പഠിപ്പിക്കലെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് 10 പേരെ 20 പേരെയൊക്കെ പഠിപ്പിക്കാം. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചാലുള്ള സംഭവം അതൊരു ബിസിനസ് ലെവലിലേക്ക് മാറും. തിയറി മാത്രമേ പഠിക്കത്തുള്ളൂ. തിയറി മാത്രമല്ല, ഈ 10 പേരെ നമ്മൾ നിർത്തിയാൽ 10 പേർക്കും 10 കഴിവാ ഉള്ളത്. അപ്പോൾ കഴിവ് കൂടുതലുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് പഠിച്ചു കയറും, മറ്റുള്ളവർ പുറകിലാവും. അങ്ങനെ വരുമ്പോൾ മുന്നേ പഠിക്കുന്നവർ പെട്ടെന്ന് കൂടുതൽ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഇവരുടെ സമയം നഷ്ടമാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അവരവരെ കഴിവനുസരിച്ച് ഓരോ സ്റ്റുഡന്റിനെയും 1 മണിക്കൂർ വെച്ച് പഠിപ്പിച്ചാൽ അവരുടെ കഴിവനുസരിച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഗീതം പഠിക്കുവാൻ അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇവരുടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഇവരുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. കൃത്യമായിട്ട് ഓരോ വ്യക്തികൾക്ക് വേണ്ടി അവർ സമയം വേർതിരിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. ആ ഭാഗം വിടുന്നു. സിജി കിഷോർ യൂസ്തൂസ് ജോസഫിന്റെ, അതായത് വിദ്വാൻ കുട്ടിയച്ഛൻ്റെ പരമ്പരയിൽ 5ാം തലമുറയിൽപ്പെട്ടത്. യൂസ്തൂസ് ജോസഫ് ഒരു സഭ സ്ഥാപിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലങ്കര കണ്ട ഏറ്റവും ശക്തമായ ഒരു ഉണർവിന് കാരണക്കാരനായ ഒരു ദൈവഭൃത്യനായിരുന്നു അദ്ദേഹം. ശരിക്കും ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. ജോസഫ് പീറ്റാണ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ CMS സഭയുടെ ഒരു വൈദികനായി, അങ്ങനെ വൈദികനായി ആ ശുശ്രൂഷ ചെയ്തു വരവെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവചനം ഉണ്ടാകുന്നതും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് കൃത്യമായ ഒരു തീയതി പ്രവചിക്കുന്നത്. അങ്ങനെ പ്രവചിച്ചപ്പോൾ CMS സഭ വിട്ടുപോകേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ പുറത്താക്കി. അങ്ങനെ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ CMS സഭയുമായിട്ടുള്ള ബന്ധം വിട്ടു കഴിഞ്ഞപ്പോൾ ഈ പ്രസ്ഥാനം ഇവരൊന്നിച്ച് ആ കാലഘട്ടത്തിലുണ്ടായ അദ്ദേഹത്തിൻ്റെ അനുയായികളായ ആയിരക്കണക്കിന് ആളുകളോട് ഒന്നിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അങ്ങനെ കാത്തിരുന്ന ഇവർക്ക് പക്ഷേ ആ കൃത്യമായ തീയതിയിൽ യേശുക്രിസ്തു വന്നില്ല. അങ്ങനെ വരാതെ വന്നപ്പോൾ ഇവർ നിരാശരാകുകയും വലിയൊരു വിഭാഗം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. എന്നാൽ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ഇവരൊരു സഭയായിട്ട് രൂപപ്പെടുത്തി. അതിന് യൂയോമയ കന്നേറ്റി ഉണർവ് സഭ എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അതിന് യൂയോമയം എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെ യൂയോമയം എന്നുള്ള ഒരു സമൂഹമായിട്ട് ഒരു കൂട്ടം ആളുകൾ യൂസ്തൂസ് ജോസഫിൻ്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, ആ ഒരു വിശ്വാസ താല്പര്യങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകൾ ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെ മുന്നോട്ട് പോയി. ആ കൂട്ടത്തിൽ പെട്ടവരാണ് നിങ്ങളുടെ കുടുംബം, അല്ലേ? അപ്പൊ സിജിയുടെ ഫാദറൊക്കെ ആ വിശ്വാസത്തിലായിരുന്നു. ഓക്കെ. ഈ ഒരു എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ആളുകൾ ഈ കൂട്ടത്തിൽ ആ സഭയിലുണ്ട്? ഇപ്പോഴത്തെ എല്ലാം നിങ്ങളുടെ ഫാദറിന്റെ ഒക്കെ കാലത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം 10,000-കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം ഇദ്ദേഹം ആ CSI അച്ഛൻ പട്ടത്തിനകത്ത് ഒതുങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് കൊണ്ടും ഒക്കെ ആ അത്യന്ത ശക്തി വ്യാപരിച്ചത് കൊണ്ടുമാണല്ലോ പുറത്തു വരാൻ കാരണം. പിന്നെ ഇവർ അംഗീകരിക്കാതായത് ഇങ്ങനെ ഒരു മുമ്പേ കർത്താവിന്റെ പറഞ്ഞതുപോലെ പ്രവചനത്തിന്റെ കൂടാരപ്പള്ളി തൊമ്മച്ചൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. സത്യത്തിൽ എനിക്കത് ഞാൻ ഈ സ്റ്റോറി, എൻ്റെ സ്റ്റോറി വായിക്കുകയും കിട്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ വായിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കൂടാരപ്പള്ളി തൊമ്മച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാധീനമാണ് അടിസ്ഥാനപരമായിട്ട് ഈ യൂസ്തൂസ് ജോസഫിന്റെ ഈ ഒരു വിശ്വാസപരമായ അപജയത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഡീവിയേഷന് കാരണമായി മാറി. തീർച്ചയായിട്ടും. പക്ഷേ ഈ കൂടാരപ്പള്ളി തൊമ്മച്ചൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ആരാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എന്നാലും അദ്ദേഹത്തിനുണ്ടായ ആ പ്രവചനത്തെ യൂസ്തൂസ് ജോസഫ് അംഗീകരിക്കുകയും അദ്ദേഹത്തിന് പാരമ്പര്യമായി ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള ജ്യോതിഷപരമായ അറിവുകളുമായിട്ട് വെച്ച് അതിനെ എന്ത് ചെയ്തു, അനലൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അനലൈസ് ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രവചനത്തെ വിശ്വസിക്കുവാൻ തക്ക എന്തോ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയോ തെളിവുകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തത ലഭിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പോയെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അങ്ങനെ തീർത്തും പറയാൻ
കഴിയത്തില്ല. കാരണം അതുപോലെ ഭയങ്കര ജനമായിരുന്നു. അതെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതെ. ആ സമയത്ത് കൂടാരപ്പള്ളി തൊമ്മച്ചൻ വിദ്വാൻ കുട്ടിയപ്പച്ചനോട് പറഞ്ഞു, ഈ ഞാൻ പറയുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. ഈ കൂടാരപ്പള്ളി വിദ്വാൻ കുട്ടിയപ്പച്ചന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു. പ്രവാചക ശുശ്രൂഷ ശക്തമായി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഈ സഭ മുന്നോട്ട് പോകത്തില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തപ്പെട്ടത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അത് അംഗീകരിക്കേണ്ടി വന്നു. കാര്യം സഭ ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ഭയം. അപ്പൊ അത് അംഗീകരിക്കേണ്ടി വന്നു. അപ്പം എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവാണ് സഭ സ്ഥാപിച്ചതെങ്കിൽ, അല്ലെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഓക്കെ, അതിപ്പോ നമ്മളിപ്പം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇരുന്ന് അന്നത്തെ വല്യപ്പച്ചൻ ചെയ്തതിന്റെ നമ്മൾ ഒരു കഥയില്ല. ഓക്കെ, അപ്പൊ തന്നെ എനിക്ക് പിന്നെ ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ കൂടാരപ്പള്ളിയിൽ തൊമ്മച്ചന്റെ ആ ഒരു തീരുമാനത്തെയും അതിനെയും ഇദ്ദേഹത്തിന്റെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അംഗീകരിച്ചിരുന്നോ, അതോ അവരുമായിട്ട് അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്തുവായിരുന്നു? ഇപ്പം അതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്ന വിദ്വാൻ കുട്ടിയപ്പച്ചൻ പറയുന്നത് പോലല്ലേ ഉള്ളൂ. ബാക്കിയുള്ള അതല്ലേ അനുസരിച്ചല്ലേ പറ്റൂ. അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനൊന്നും ആർക്കും പറ്റത്തില്ല. അപ്പൊ അതിങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് അതിങ്ങനെ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ ബാല്യകാലം ഒക്കെ ഈ സഭയുടെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ വളർന്നത്? അതെ, തീർച്ചയായിട്ടും. അല്ലെ, അത് എന്തൊക്കെയായിരുന്നു ചടങ്ങുകൾ അന്നത്തെ കാലത്ത് നിങ്ങളുടെ വീട്ടിൽ? നിങ്ങൾ ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങള് എല്ലാ സൺഡേയിലും അവിടെ മഹാദൈവാരാധന അല്ലെ ആരാധന, ഞായറാഴ്ചത്തെ ആരാധന, ദൈവാരാധന എന്ന് പറയും. അപ്പം ഈ ആരാധനയില് ഓരോ ഭവനത്തിൽ വെച്ചായിരുന്നു, അല്ലാതെ പള്ളിയില്ല. ഇല്ലില്ല. ഒരു 50 വീടല്ലേ 100 വീടുണ്ടെങ്കിൽ ഇന്ന് ഒരു ഞായറാഴ്ച എന്റെ വീട്ടിലാണെങ്കിൽ നാളെ വേറൊരു വീട്ടിലാണ്. വീടുകളിൽ ആരാധന നടത്തും. അപ്പം നമ്മുടെ ആ ആരാധനയില് പാട്ട്, പ്രാർത്ഥന, ഒത്തിരി നമ്മുടെ വല്യപ്പച്ചൻ ചെയ്ത പാട്ടുകൾ തന്നെ പാടും. പിന്നെ ഒരു പ്രഭാഷണമുണ്ട്. അപ്പം അതിനകത്തും പിന്നെ നിത്യാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പിന്നെ കുറച്ച് പുസ്തകങ്ങളെ അഡീഷണൽ ബൈബിൾ അല്ലാതെ വേറെ പുസ്തകം, വിശുദ്ധ വെൺമഴു എന്നൊക്കെ പറഞ്ഞ ഒരു കുറച്ച് പുസ്തകങ്ങൾ അഡീഷണൽ ബൈബിളിനോട് ചേർത്ത് ചെയ്തിട്ടുണ്ട് ഇവര്. അപ്പം അതിനകത്തുനിന്നുള്ള ഭാഗങ്ങൾ വായിക്കും. പിന്നെ അപ്പോഴുള്ള ശുശ്രൂഷയുണ്ട്. അപ്പോഴുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ നമ്മള് കുർബാന, അതെ, നമ്മുടെ തിരുമേശ പോലെ തന്നെ. പിന്നെ വീഞ്ഞിന് പകരം വെള്ളമായെടുക്കും. അത് കാരണം യേശു കർത്താവ് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഇനി ഞാന് ഈ മുന്തിരിയുടെ അനുഭവം ഇനിയും മടങ്ങി വന്നിട്ടേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു അനുഭവമായിട്ട് അനുബന്ധിച്ച് ഇനി നമുക്ക് മുന്തിരിയുടെ അനുഭവം വേണ്ട. ഇനി ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ മുന്തിരി പോലും ഉപയോഗിക്കത്തില്ല. മുന്തിരി ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണ്. അപ്പം അപ്പോ തന്നെ ഈ ആരാധന കഴിഞ്ഞിട്ട് പിന്നെ പക്ക വെജിറ്റേറിയൻസ് ആണ്. അതായത് മത്സ്യമാംസാദികളൊന്നും കഴിക്കത്തില്ല. മത്സ്യം, മാംസം, വേദം, ഛേദം, കണ്ഠസൂത്രം എന്ന് വെച്ചാൽ അതെ, കണ്ഠസൂത്രം, ആഭരണം. അപ്പം മദ്യം, വേദം, ഛേദം, കണ്ഠസൂത്രം. വേദം എന്ന് പറഞ്ഞാൽ ഈ അവരുടേതായ ഈ മറ്റു വേദങ്ങള്, ഒരു വേദങ്ങളും നമുക്ക് പാടില്ല. പിന്നെ ഈ മുസ്ലിംസിന്റെ ഛേദം ഇതുണ്ടല്ലോ, നമ്മള് അവരുടെ എന്തോ അതിന് പറയുന്നേ, മുസ്ലിംസ് മദ്യം, വേദം, ഛേദം, കണ്ഠസൂത്രം, മത്സ്യം, മാംസം ഉപദേശങ്ങളിൽ പെട്ടത്. അത് ഈ മുസ്ലിംസിന് ഒരു ഇതില്ലേ, സുന്നത്തോ എന്തോ അതിന് പറയുന്നേ, പരിച്ഛേദനെ ഉദ്ദേശിച്ച ഈ ഛേദം, മത്സ്യം, മാംസം, വേദം, ഛേദം, കണ്ഠസൂത്രം. അപ്പം ഇതൊന്നും പാടില്ല. പിന്നെ ഓർണമെന്റ്സ് ഇടാൻ പാടില്ല. പിന്നെ ഈ പണ്ട് വല്യപ്പച്ചന്റെ കാലത്ത് പൂണൂലും അങ്ങനെ ബെന്തിങ് അങ്ങനെയൊക്കെ പോലത്തെ സംഭവങ്ങളുണ്ട്, അതൊന്നും ഇടാൻ പാടില്ല. അതെല്ലാം നിർത്തലാക്കി. സ്ത്രീകളുടെ വേഷം എന്ന് പറയുന്നത് ചേലയാണ്. പിന്നെ സ്ത്രീകൾ ഉടുക്കുന്നത് ചേല, ഈ തമിഴ് ബ്രാഹ്മിൺസ് ഉടുക്കുന്ന. അപ്പൊ അതായിരിക്കും റൗക്കയും
ആ അതാണ് ഉടുക്കുന്നത്. പിന്നെ ഭക്ഷണം ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടൊരു ഈ പ്രെയർ എല്ലാം കഴിഞ്ഞൊരു സദ്യ കൊടുക്കും. സദ്യ ഉണ്ട്, ഈ വെജിറ്റേറിയൻ സദ്യ. അത് നമുക്ക് ഈ ഓണം സദ്യ പോലെ തന്നെ ഒരു നല്ല സദ്യ ഉണ്ട്. പായസമൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം ഉൾപ്പെടെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഭവനത്തിൽ ഇനി അടുത്ത ആഴ്ച അടുത്തൊരു വീട്ടിലായിരിക്കും. അവരാണ് ഈ ചെലവെല്ലാം വഹിക്കുന്നത്. സ്വന്തം നമ്മളിപ്പോ നമ്മുടെ വീട്ടിലാണ് നമ്മളായിരിക്കും ഇത്രയും ഒരു 100 പേരുണ്ട്, 100 പേർക്ക് വേണ്ട ഭക്ഷണം. നിങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ എത്ര പേരുണ്ടായിരുന്നു ഇങ്ങനത്തെ? എനിക്ക് തോന്നുന്നു ഒരു 10-100 പേരെങ്കിലും കാണും. നിങ്ങളുടെ കുടുംബം സത്യത്തിൽ എവിടെയായിരുന്നു? എന്റെ അച്ഛന്റെ കുടുംബം കായംകുളമാണ്. കായംകുളം പെരിങ്ങാല എന്ന് പറയും. പിന്നെ അമ്മയുടെ വീട് എലന്തൂരാണ്. ഈ രണ്ട് വീട്ടുകാരും പിന്നെ യുയോമയ സഭയിലായിരുന്നു. എന്ന് വെച്ചാൽ അമ്മയുടെ ഒരു 1-2 ജനറേഷന് മുമ്പ് അവര് ഓർത്തഡോക്സുകാർ ആ പശ്ചാത്തലത്തിൽ നിന്നാ വന്നെന്നാ ഞങ്ങൾ അറിയുന്നേ. അപ്പം ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നാണ് യുയോമയ സഭയിലേക്ക് അമ്മ വീട്ടുകാർ വന്നത്. അവരുടെ വീട്ടുപേരെന്തുവായിരുന്നു? അമ്മയുടെ വീട് അമ്മ താഴെയിൽ കുടുംബം, അതായത് പ്രസിദ്ധമായ തിരുമേനിയൊക്കെ ഉള്ള, അതായത് അമ്മയുടെ ബ്രദറാണ് ഈ ഈശോ മാർ തിമോത്തിയോസ് തിരുമേനിയുള്ള ആ കുടുംബമാണ്. ആ തിരുമേനിയും അഞ്ചരക്കാരായിരുന്നു. തിരുമേനിയുടെ അമ്മയും അഞ്ചര കുടുംബമായിരുന്നു. പിന്നെ UMA സഭയിലുള്ളായിരുന്നു. പിന്നെ അമ്മയുടെ വേറൊരു അമ്മാച്ചൻ കുരുടാമണിൽ മാത്യൂസ് തിരുമേനി എന്ന് പറഞ്ഞ അതും അമ്മയുടെ ഒരു പിന്നെ കസിൻ അമ്മച്ചനായിരുന്നു. അപ്പം ആ കുരുടാമണിലുള്ള അപ്പം എല്ലാം തിരുമേനി അച്ഛന്മാരും എല്ലാം ആയി പുറത്തു വന്നു. ഈ UMA സഭയിൽ നിന്ന് ഒരുപാട് കൂടുതലും മർത്തോമ സഭയിലോട്ട് മർത്തോമ, ഓർത്തഡോക്സ് ഇങ്ങനെയൊക്കെയുള്ള സഭകളിലേക്ക് പോയി. എന്നാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മൂത്ത അമ്മാച്ചൻ ഒരു ബ്രാഹ്മിൺസ്, ഒരു പൂജാരിയുടെ പിന്നെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് മോളെ കല്യാണം കഴിച്ചു വിട്ടു. അങ്ങനെ ഈ നായന്മാര് അതിനപ്പുറം അങ്ങോട്ടുള്ള നോൺ വെജ് കഴിക്കാത്ത എല്ലാവരെയും ഇവര് സ്വീകരിക്കും. ഇവർക്ക് സന്തോഷമാ സ്വീകരിക്കാൻ. അപ്പൊ അവർക്ക് അങ്ങനെ എനിക്കിപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പൊ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ? അതെ. അപ്പൊ നിങ്ങളുടെ ഫാമിലി ശരിക്കും മർത്തോമായിലോട്ടൊന്നും പോയില്ല? ഇല്ല പോയില്ല. ഇല്ല. എന്നാൽ അമ്മയുടെ പിന്നെ ആങ്ങളെയൊക്കെ മർത്തോമായിലോട്ട് പോയി. അമ്മയുടെ ഇപ്പൊ അമ്മയ്ക്ക് 8-9 സഹോദരങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു അവരെ കല്യാണം കഴിച്ച് ചിലപ്പോ അങ്ങോട്ട് വിടുന്നതായിരിക്കും. ഇപ്പോഴും ഈ സഭയ്ക്കകത്തുനിന്ന് ചിലപ്പോ മർത്തോമായിലോട്ട് കെട്ടിച്ചു വിടും. ഇങ്ങനെ അങ്ങനെ അവർക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ UMA സഭയ്ക്ക് ഒരു ജാതിയോ മതമോ ഒന്നും ഇല്ല. അവർക്ക് എല്ലാ മതങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഈ പിന്നെ യൂസ്തുസ് ജോസഫിന്റെ പേര് പിന്നീട് പല മതങ്ങളുടെ പേരുകൾ ചേർത്തൊരു പേരാക്കിയല്ലോ, യോയോ രാലിസൺ. യോയോ രാലിസൺ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ, രാമൻ, അലി, വത്സൻ. അതായത് യഹൂദൻ, പിന്നെ യോഹന്നാൻ, പിന്നെ രാമൻ ഹിന്ദു, അലി മുസ്ലിം, വത്സൻ ക്രിസ്ത്യാനി. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പേരുണ്ടാക്കി അല്ലേ, യോയോ രാലിസൺ. എന്നുവെച്ചാല് ഒരു 75% മർത്തോമാക്കാരുടെ ഇടയിലും ശരിക്കും ഈ ബൈബിളൊക്കെ വായിക്കാൻ, ബൈബിൾ അന്ന് പ്രചാരത്തിൽ കൊണ്ടുവരാൻ ഒരു പ്രധാന ആളായിരുന്നു ഇദ്ദേഹം. ഒരുപാട് മർത്തോമ സഭയിൽ പിൽക്കാലത്തുണ്ടായ കൊച്ചുപദേശ ഉണർവ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായ ഉണർവുകൾക്കെല്ലാം ഒരു ആദ്യ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ഉണർവായിരുന്നു എന്ന് വേണമെങ്കിൽ മർത്തോമാക്കാർക്ക് ഒരുപാട് ഒത്തിരി പിന്നെ ഒരു അസറ്റായിരുന്നു വല്യപ്പച്ചൻ. ഒരുപാട് പേര് പുറത്തു വരാൻ, എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ ഒരു ശക്തമാകാൻ, അതിനെക്കുറിച്ച്. അത് ഇരിക്കട്ടെ. പിന്നെ നിങ്ങളുടെ വീട്ടുകളില് അപ്പം ഇങ്ങനെ ഞായറാഴ്ചകളില് ഈ ചടങ്ങ് നടക്കും. ഇതല്ലാതെ പിന്നെ ഈ സഭയുടെ എന്തെങ്കിലും ചടങ്ങുകളെ കുറിച്ച് അറിയാവോ, ഓർക്കുന്നുണ്ടോ? അതായത് പിന്നെ അന്നത്തെ കാലത്ത് ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു തിരുവോണം ആഘോഷിക്കുന്ന പോലെ അല്ലെ, എന്നുവെച്ചാൽ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഓരോ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് പോലെ ഒരു പ്രധാന ഇതാണ് ഒക്ടോബർ 2. അതായത് 1775 പിന്നെ 1875 എന്താ ഈ മഹത്വ പ്രതിഷ്ഠതയ്ക്ക്
രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ട് 5.5 വർഷം കൊണ്ട് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്. വരുമെന്ന് പറഞ്ഞ് അങ്ങനെ 1881 പിന്നെ 6 വർഷമായിരുന്നു പറഞ്ഞിരുന്നത്. അത് 5.5 വർഷമായപ്പോ ഒരു പരിശുദ്ധാത്മാവിൽ അത് വന്നു കഴിഞ്ഞു. ഇനിയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആ സംഭവമാണത്. അതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് 1881 യുയോമയ സഭ ഉണ്ടാകുന്നത്. അതിനാണ് 81. അതിനൊരു പാട്ടുകൊണ്ട് 1881 നീ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കേണം എന്നൊരു പാട്ടിന്റെ ഒരു ഇടഭാഗമാണ് ഞാൻ പാടിയത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാട്ടാണ്. അപ്പൊ അതിനകത്ത് ഇതാ. അപ്പൊ 1881 ഒക്ടോബർ 2-ാം തീയതിയാണ് ഈ യുയോമയ സഭ സ്ഥാപിതമായത്. അപ്പൊ ആ ഒക്ടോബർ 2 എന്ന് പറയുന്നത് ഇവർക്ക് അന്ന് ഭയങ്കര വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഉണ്ട്. അന്ന് ഒക്ടോബർ 2 ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അതൊരു ഫംഗ്ഷനാ. 1800 ഒക്ടോബർ 2 എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഗാന്ധി ജയന്തി ദിവസം. അതെ, കറക്റ്റ്. അപ്പൊ തന്നെ അന്ന് അവരുടേതായ പ്രത്യേക പ്രാർത്ഥനകളും സംഗീത കച്ചേരികളൊക്കെ അവർ നടത്താറുണ്ട്. പ്രത്യേക മെസ്സേജുകളും കാര്യങ്ങളും സദ്യകളൊക്കെ അവർ ചെയ്യാറുണ്ട്. ഓക്കെ. ഈ പിന്നെ അന്ന് ഈ സഭയുടെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അന്ന് ബാല്യകാലത്ത് സ്നാനമുണ്ട്. സ്നാനം എന്ന് പറയുന്നത് പട്ടാഭിഷേകം എന്നാ പറയുന്നത്. സ്നാനപ്പെട്ടതാണ്, പട്ടാഭിഷേകം ഏറ്റതാണ്. എന്റെ 17-ാമത്തെ വയസ്സിൽ 17-ാമത്തെ വയസ്സിലാണ് പട്ടാഭിഷേകം ചെയ്തത്. പക്ഷെ അതിന് ചെറുപ്പത്തിലും കുറച്ച് ചെറുപ്പത്തിലും വേണേ സ്നാനപ്പെടുത്താം. അല്ല, സ്നാനമല്ല, സോറി, സ്നാനം എന്ന് പറയുമ്പോൾ മുഴുകൽ സ്നാനമല്ലേ? അല്ല, ഈ പട്ടാഭിഷേകം എന്ന് പറയുന്നത് സ്നാനത്തിന് പകരം ചെയ്യുന്നത്. അത് പേരിടിയില്ല. അതായത് ഈ സ്നാനം എന്ന് പറയുന്നത് നമ്മള് ഈ സ്നാനത്തിന് പകരമുള്ള ഒരു ചടങ്ങാണ് ഈ പട്ടാഭിഷേകം. ഈ പട്ടാഭിഷേകത്തിന്റെ കർമ്മം എന്തോ നടക്കുന്നത്? ശരിക്കും നമ്മളെ ഇപ്പം എന്റെ പേര് ഒഫീഷ്യലായിട്ട് സാറാമ്മ ജോസഫ് എന്നാ. അപ്പൊ എനിക്ക് റിയലി സാറാമ്മ എന്ന് പേരിട്ട് സഭയിലെ അംഗത്വം ലഭിക്കുന്നതിന് ഈ ചടങ്ങിലൂടെയാ. അന്നേരം ഇവര് എല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു പ്രാർത്ഥന വെക്കും. പ്രാർത്ഥന വെച്ച് കഴിഞ്ഞിട്ട് പട്ടാഭിഷേകം ചെയ്യാനുള്ളവർ ഇനി വരാൻ പറയും. ചെയ്യാനുള്ളവർ വരാൻ പറയുമ്പോൾ പിന്നെ നമ്മള് ആ പുരോഹിതൻ, ബോധകർ എന്നാണ് പുരോഹിതന്റെ പേര്, ബോധകർ. അപ്പം ബോധം വരുത്തുന്നവനാണ് ബോധകർ. അതായത് അച്ഛൻ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ പറയുന്ന പോലെ ബോധകർ. അപ്പം ഈ വെള്ളം എന്റെ തലയിൽ തളിച്ചിട്ട് പ്രാർത്ഥിച്ച് തളിച്ചിട്ട് പറയും, സാറാമേ ഞാൻ നിന്നെ പട്ടാഭിഷേകം ചെയ്യുന്നു, അനുഗ്രഹി പൂതാക എന്നിങ്ങനെ പറയും. അനുഗ്രഹി പൂതാക എന്ന് പറയും. അപ്പം അങ്ങനെ എന്നെ പട്ടാഭിഷേകം ചെയ്യുക. നിക്കട്ടെ. അപ്പൊ ഈ വെള്ളം തളിച്ച് ഇങ്ങനെ സാറാമേ നിന്നെ ഞാൻ പട്ടാഭിഷേകം ചെയ്യുന്നു, അനുഗ്രഹി പൂതാക എന്ന് പറഞ്ഞ് ആമേൻ ജനം പറയും. അപ്പൊ ആമേൻ എല്ലാരും പറയും. ഇതാണ് ആ ചടങ്ങ്. അപ്പൊ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അന്നേരമാണ് നമുക്ക് ഈ പേര് വരുന്നത്. അന്നേരമാ എനിക്ക് പേര് വരുന്നത്. അല്ല, അതിനു മുമ്പ് പേരില്ലേ? പേരുണ്ട്. അതിനു മുമ്പ് ആ പേര് തന്നെയല്ലേ? പിന്നെ ആ പേര് തന്നെ ആണ്. സഭയ്ക്കകത്ത് ഒരു അംഗീകാരം ലഭിക്കുന്നതും പിന്നെ ഇവർ ആത്മീകമായിട്ട് രാജാഭിഷേകം മീൻസ് സ്വർഗത്തിലെ ഒരു രാജകീയ പദവി നമുക്ക് ലഭിക്കുന്നത്, എത്തപ്പെടുന്നതിന് വേണ്ടിയാണ്. അതാണ് ഈ ചടങ്ങ്. ആ രാജ്യത്വം ലഭിക്കുന്നത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും രാജാവെന്നുള്ള അവകാശം, രാജകീയ അവകാശം ലഭിക്കുകയും ചെയ്യും. ചടങ്ങാണ് പട്ടാഭിഷേകം. ഇങ്ങനത്തെ വേറെന്തെങ്കിലും അഭിഷേകം ഉണ്ടോ? അതോ പിന്നെ ഇവരുടെ വിവാഹം അത് നമുക്ക് സാധാരണ പിന്നെ രണ്ടുപേരുടെ കൈ കോർത്താണ് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ചെയ്യുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ ആണെങ്കിൽ ഒരു താലിയോ മിന്നോ വല്ലോ കെട്ടിയ. പക്ഷെ ഇവർക്കതല്ല, ജീവമിന്നെന്ന് പറയും. ജീവമിന്നെന്ന് പറയുമ്പോൾ ഈ പെണ്ണിനെയും ചെറുക്കനെയും കൂടെ കൈ പിടിച്ചിട്ട് അവരുടെ മുന്നിൽ ജീവമിന്ന് സാക്ഷ്യം എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവരുടെ കയ്യിലോട്ട് വെച്ചിട്ട് വേറെ ആരുടെയെങ്കിലും കുഞ്ഞിനെ ആ സഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് കാണും, ആ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് ഇവരുടെ കയ്യിൽ വെച്ചിട്ട് ഇതിനെ സാക്ഷി ആയിട്ടാണ്, ജീവമിന്ന് ആണ് അവർക്കൊരു പിന്നെ എന്താ ഈ നമ്മൾ ഈ താലിയും ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഇവർക്കിതാണ്
ഒരു പുരുഷന്മാർ സ്ത്രീയുടെ കയ്യിലല്ലേ കൊടുക്കുന്നത്? അല്ലല്ല, അങ്ങനൊന്നും അല്ല. രണ്ടുപേരുടെയും കയ്യിൽ ഇങ്ങനെ പിടിക്കും. ഞങ്ങളുടെ കല്യാണം ഹൈന്ദവ ആചാരത്തിലാണ് നടന്നത്. ഹൈന്ദവ ആചാരപ്രകാരം, ഞങ്ങളുടെ ആചാരപ്രകാരം. അദ്ദേഹത്തിന്റെ ആചാരപ്രകാരം കൃഷ്ണേന്ദുകുമാർ അങ്ങനെയാണ് നടന്നത്. അപ്പം പിന്നെ ഈ വിവാഹത്തിന് ഈ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നിട്ട് ജീവമിന്ന എന്ന് പറയും. ഇത് ജീവനാണ്യം, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ്. കാര്യം അവന്റെ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കതയും നിർമ്മലതയും, അല്ലെങ്കിൽ ആ ഒരു കളങ്കമില്ലാത്ത വിവാഹത്തിൽ അത്രയും നിർമ്മലതയോടെയാണ് പ്രവേശിക്കേണ്ടതെന്നുള്ള ഒരു സാക്ഷ്യം, ഒരു സാക്ഷി. അത് അങ്ങനെയാണ് ഉടമ്പടി ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആ കല്യാണം നടത്തുന്നത്. അത് കുടുംബത്തിലെ കുഞ്ഞായിരിക്കണം അങ്ങനൊന്നുമില്ല, ഏതെങ്കിലും ഒരു കുഞ്ഞിനെ, ഒരു ശിശു, ഈ സഭയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞിനെ, ഈ സഭയ്ക്കകത്തുള്ള ഒരു കുഞ്ഞിനെ ആയിരിക്കണം. ജീവമിന്ന, പിന്നെ അതുപോലെ ഈ പിന്നെ അപ്പവും വെള്ളവും കൊടുക്കുമ്പോ യുയോമേക്കാർക്ക് മാത്രമേ അപ്പവും വെള്ളവും കൊടുക്കത്തുള്ളൂ. അപ്പവും വെള്ളം കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കർത്തൃമേശ അല്ലെ കുർബാന കൈക്കൊള്ളുക എന്നൊക്കെ പറയുന്ന പോലെ ആ ചടങ്ങിന് പകരം അപ്പവും വെള്ളമാണ് ഉപയോഗിക്കുന്നത്. യുയോമേക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. കാര്യം ഇറച്ചി മീനും മുട്ടയും കഴിച്ചവർക്ക് കൊടുക്കാൻ പാടില്ല. അവര് കഴിക്കുന്നവരും തന്നെയല്ല, യുയോമയനല്ലാത്ത കഴിക്കാൻ പാടില്ല. ഇല്ല, യുയോമയനല്ലാത്ത ഒരു വ്യക്തിക്കും അത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണ് അതിന്റെ ഇത്. അപ്പം പിന്നെ എല്ലാം. ഈ ശവസംസ്കാരം എങ്ങനെയാണ് നടക്കുന്നത്? ശവസംസ്കാരം നമ്മുടെ കുരുന്തലേഖനം ഒക്കെ അവര് വായിക്കും. വായിക്കും. എല്ലാം വായിക്കും. പക്ഷെങ്കിൽ ഇത് എന്താ, ഈ മരണത്തോടൊരു തീർപ്പ് കൽപ്പിക്കുക, പിന്നെ ഇനിയും ഒരു ജീവിതമില്ല ഇല്ല. അപ്പം ഇനിയും ഒരു യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്ങോ അല്ലെങ്കിൽ ഇവര് ഉയർത്തെഴുന്നേൽപ്പോ ഒന്നുമില്ല. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചു എന്നോ അല്ലെ ക്രിസ്തുവിന്റെ നമ്മൾ ക്രിസ്തുവിലാണ് പിന്നെ ഇരിക്കുന്നതെന്നോ ഒന്നും അല്ല അവര് ചിന്തിക്കുന്നത്. അവര് ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ അവരുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ലയിച്ചു, ആത്മാവങ്ങ് വിലയം പരമസായുജ്യം പ്രാപിച്ചു. അങ്ങനെ പരമസായുജ്യം പ്രാപിച്ചു. അങ്ങനെയാണ്. ഈ അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം, ഈ പിന്നെ ഈ യൂസ്തുസ് ജോസഫിനെ ഇവര് പരിശുദ്ധാത്മാവാക്കുന്നുണ്ടല്ലോ, അതെന്തുവാ? ജോസഫിനെ പരിശുദ്ധാത്മാവ് ആക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് പലര് എന്നുവെച്ചാൽ നമ്മളിപ്പോ ചോദിച്ചാൽ അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. പക്ഷെ ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെ കൂടുതൽ ഇവരെ അറിയത്തില്ല. ജോസഫിന്റെ പേര് പരിശുദ്ധാത്മാവിന് യൂസ്തുസ് ജോസഫിന്റെ പേര് നൽകിയെന്നോ ഇതിനകത്തൊരു ദൂതനായിട്ടെന്നൊക്കെ ഇവര് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെങ്കില് എന്റെ അച്ഛൻ എനിക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ യൂസ്തുസ് ജോസഫിനെ പരിശുദ്ധാത്മാവായിട്ട് സങ്കല്പിക്കുന്നു. നമ്മളുടെ ആത്മാവ് ഈ യൂസ്തുസ് ജോസഫിൽ ലയിച്ചു ചേരുന്നു, ഈ പരിശുദ്ധാത്മാവിൽ ലയിച്ചു ചേരുന്നു. ഇതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞിട്ട് ചതുര്യാവാം ദൈവം എന്ന് പറയുന്നുണ്ട്. അതെന്തോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വത്വം പ്ലസ് 4 കൂടെ വരുമ്പോ ചതുര്യ എന്ന് പറയുന്ന സംസ്കൃത പദമായി ചതുര്യാവാം ദൈവം. 4ാമതെന്നുള്ള ചതുര്യാവാന്ന് പറയുമ്പോൾ 4ാമത്തെയാ സാൻസ്ക്രിറ്റില്. അപ്പൊ ചതുര്യാവാം ദൈവം എന്ന് പറയുമ്പോൾ 4ാമത് ഒരു ദൈവം എന്ന് വെച്ചാല് എന്റെ അച്ഛൻ പറയുമായിരുന്നു, മോക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ വിദ്യാൻകുട്ടി അപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. അപ്പം എനിക്ക് സംശയമായിരുന്നു. അപ്പൊ എനിക്ക് സംശയം വരാൻ കാരണം സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണോ സൃഷ്ടിയോട് പ്രാർത്ഥിക്കണോ, അതെനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം യേശുക്രിസ്തു അല്ലേ നമ്മുടെ മനസ്സിലായി. എനിക്ക് ഏകദേശം ലഭിക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ യുയോമയ സഭയുടെ വിശ്വാസത്തിനകത്ത് ഈ അവസാനം വന്നിട്ട് ഈ യൂസ്തുസ് ജോസഫിനെ ഒരു ദൈവതുല്യനാക്കി മാറ്റി. അങ്ങനെ അവരുടെ ചരിത്രം പറയുന്നുണ്ട്. ഞാൻ വായിച്ചിടത്തോളം കാലം ഇവര് മരിക്കുമ്പോൾ തന്നെ ഇവിടെ ആത്മാവ് വിദ്വാൻകുട്ടി എന്ന് പറയുന്ന വിദ്വാൻകുട്ടി അപ്പച്ചനിലേക്ക് അവരുടെ ആത്മാവിലേക്ക് ലയിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ തന്നെ പരിശുദ്ധാത്മാവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്.
ഇദ്ദേഹത്തെ ചെറിയ കൺഫ്യൂഷൻ ഇപ്പോഴത്തെ എങ്കിലും ജനറേഷൻ, ഈ ന്യൂ ജനറേഷൻ അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ എന്റെ കസിൻസ് തന്നെയാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉള്ളത്. മൊത്തത്തിൽ എന്ന് പറയാൻ ഏകദേശം 100 പേര് കാണും. പക്ഷെങ്കില് അവരൊക്കെ കൂടുതലും ഇപ്പോഴത്തെ ജനറേഷൻ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതും യേശുക്രിസ്തുവുമായിട്ടുള്ള ആ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അവർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അല്ല, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നാൽ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ യുയോമയ സഭയുടെ രീതിയിലാണ് നിങ്ങൾ വളർന്നു വന്നത്. തീർച്ചയായിട്ടും 17ാമത്തെ വയസ്സിലാണ് പട്ടാഭിഷേകം ലഭിക്കുന്നത് കഴിഞ്ഞത്. അപ്പം ഈ 17ാമത്തെ വയസ്സിൽ പട്ടാഭിഷേകം ലഭിച്ച ഈ യുയോമയ സഭയുടെ ഭാഗമായിട്ട് എത്ര കാലം ജീവിച്ചു? ഒരു 17-20 വയസ്സൊക്കെ ആയപ്പോ ഞാൻ മ്യൂസിക് കോളേജിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ അതുവരെയൊക്കെ ഉള്ളൂ ഞാൻ ഈ യുയോമയ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ പോയത്. പിന്നെ എനിക്ക് ശരിക്കും ഞാൻ അതിനകത്ത് വലിയ സജീവമൊന്നും അല്ലായിരുന്നു. എന്നാൽ എൻ്റെ അച്ഛൻ പോകുമ്പോഴൊക്കെ മോളെ നീ വരുന്നില്ലയോ, ആരാധനയ്ക്ക് വരുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകും. ഞങ്ങളെ അച്ഛൻ കൊണ്ടുപോകുമായിരുന്നു. അച്ഛൻ ഈ യുഎംഎ സഭയ്ക്കകത്തേക്ക് ഒരുപാട് മതത്തെക്കുറിച്ച് ഇങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അച്ഛനെ കുറിച്ച് പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അച്ഛൻ അമ്പലത്തിലും പോകുമായിരുന്നു, പിന്നെ പള്ളിയിലും പോകുമായിരുന്നു. അല്ലെ, പള്ളിയിലല്ല, ഈ യുഎംഎ സഭയുടെ കാര്യങ്ങൾ നല്ല അംശങ്ങളെല്ലാം പൊതുവായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബൈബിളിനകത്തുനിന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞാൽ ഇത് ശരിക്കും ദുരുപദേശമായിട്ട് മാറും. ബൈബിളിനെ നോക്കി ബേസ് ചെയ്ത് ബൈബിളിനെ നോക്കുവാണെങ്കിൽ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ മൊത്തത്തിൽ നോക്കുമ്പോ എല്ലാവരുടെയും നന്മ സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു ചില ബസ്സിനകത്ത് കാണത്തില്ലയോ, പിന്നെ യേശുക്രിസ്തുവിന്റെ ഫോട്ടോ കാണും, അള്ളാഹുവിന്റെ ചിഹ്നവും കാണും, ഒരു കൃഷ്ണന്റെയും ഫോട്ടോ കാണും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെളിപ്പെട്ടത് യേശുക്രിസ്തു മാത്രമേ ദൈവമുള്ളൂ എന്ന് പറയാൻ കാരണം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് യേശു മാത്രമേ ഉള്ളൂ. പിന്നെ സ്വർഗത്തിൽ പോയിട്ടുള്ളതും യേശു മാത്രമേ ഉള്ളൂ. ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് പിന്നെ സ്വർഗാരോഹണം ചെയ്തതും കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പം യേശുക്രിസ്തു മാത്രമേ പാപികളെ രക്ഷിക്കാൻ വന്നിട്ടുള്ളൂ. അപ്പം പിതാവായ ദൈവം പുത്രനെ ഇങ്ങോട്ട് അയച്ചത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ അത് ക്രിസ്ത്യാനിയെയോ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ഉണ്ടാക്കാനല്ല യേശുക്രിസ്തു വന്നതും നിത്യതയിൽ എത്തിക്കാനാണ് യേശു വന്നത്. ഈ ഒരു പരമമായ സത്യം മനസ്സിലാക്കിയപ്പോൾ റിയലി യേശുക്രിസ്തുവിനെ അല്ലേ ഞാൻ മനസ്സിലായി. അല്ല, ഇപ്പൊ അത് ഇരിക്കട്ടെ, പിന്നെ സിജിയുടെ ലൈഫില് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോ അത് കഴിഞ്ഞിട്ടല്ലേ ഫാദർ പിന്നെയും ദീർഘകാലം ജീവിച്ചിരുന്നല്ലോ? എന്റെ അച്ഛൻ 2010 മരിച്ചു. 2010 മരിച്ചു. അപ്പം അതിനു മുമ്പ് വിവാഹം കഴിഞ്ഞ സിജി? ഓക്കെ. നിങ്ങളുടെ വിവാഹം കുടുംബം അവർക്ക് താല്പര്യമായിരുന്നല്ലോ ഫാദറിനൊക്കെ? ഫാദറിന് ഇപ്പൊ ഹിന്ദുസ് ആയതുകൊണ്ട് എന്റെ ഫാദറിന് ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അമ്മ നേരത്തെ വിശ്വാസത്തിലേക്ക് വന്നായിരുന്നു? അമ്മ വിശ്വാസത്തിൽ വന്നു. അപ്പോഴേ എന്റെ അമ്മയ്ക്കും എന്റെ ബ്രദേഴ്സിനും ഒക്കെ ഈ വിവാഹത്തോട് അത്ര സന്തോഷമില്ലായിരുന്നു. പക്ഷെങ്കില് ഞാൻ ഒന്ന് മാത്രമേ നോക്കിയുള്ളൂ. എനിക്ക് ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അല്ല ഞാൻ നോക്കിയത്. മദ്യപിക്കാത്ത ഒരാള്, ഒരു ദുസ്വഭാവം ഒന്നും ഇല്ലാത്ത ഒരാൾ, സംഗീതം അത് മാത്രം നോക്കുമ്പോൾ ടോട്ടലി അദ്ദേഹത്തിനൊരു ദുർസ്വഭാവം ഒന്നുമില്ല. അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് മാത്രമേ. പക്ഷെ നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ഇന്ന ആചാരങ്ങളുണ്ട്, നമ്മള് കർത്താവിനെ മാത്രമേ സേവിക്കാവുന്നുള്ളൊരു വെളിപ്പാടുണ്ടായിരുന്നു. ഈ കല്യാണം നടക്കത്തില്ലായിരുന്നു. അന്ന് ഞാൻ യേശുവിനെ കണ്ടില്ല. അതുകൊണ്ടാണ് അല്ല ഞാൻ ചോദിച്ചു വന്നത്. അതല്ല, അപ്പം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമായിരുന്നു. പിന്നെ അല്ല, പിന്നീട് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നല്ലോ. നിങ്ങൾ ഒരു കോഴഞ്ചേരി സ്നാനപ്പെട്ട് വെള്ളത്തോടെ കയറിപ്പോയ കഥയൊക്കെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടും ഫാദർ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഫാദറുമായിട്ട് പിന്നീട് സംസാരിക്കുമായിരുന്നു ഈ വിഷയം? ഞാൻ പറയുമായിരുന്നു. റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതാണ് എന്റെ അച്ഛൻ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള എന്റെ കൂടെ അപ്പം ഇദ്ദേഹത്തോട് ഭയങ്കര എന്നെക്കാളും വലിയ കാര്യമായിരുന്നു. അപ്പം ഇപ്പൊ ഞാൻ എപ്പോഴും അച്ഛനോട് പറയും, അച്ഛാ ഇങ്ങനെ ശരിക്കും നമുക്കൊരു നിത്യതയുണ്ടല്ലോ, നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ അത് നമ്മളെല്ലാം വിളിക്കുന്നില്ലേ മോളെ? പക്ഷെ യേശുക്രിസ്തു എന്ന് പറയുന്ന ദൈവം വെറും 3.5 വർഷത്തെ ശുശ്രൂഷയുള്ളായിരുന്നു. 3.5 വർഷം. അതുകൊണ്ട് യേശുവിനെ മാത്രം ഇങ്ങനെ പറയാതെ
നമുക്ക് അതല്ല നമ്മുടെ ഇതെന്ന് എന്നോട് പറയുമായിരുന്നു. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും നമ്മൾ യേശുക്രിസ്തു മാത്രമല്ല ദൈവം എന്ന് എന്നോട് അച്ഛൻ പറയുമായിരുന്നു. അവസാനം ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചൊരു റെവലേഷൻ ഞാൻ കണ്ടു. അത് അച്ഛൻ മരിക്കുന്നതിന് 1.5 വർഷത്തിന് മുമ്പ് അപ്പൊ എന്നോട് പറയും, മോളെന്നാ ഒരു കാര്യം ചെയ്യ്, നീ വിശ്വാസത്തിലൊക്കെ പോകുന്നൊക്കെ കൊള്ളാം, നിന്റെ പാട്ടില്ലാതാക്കരുത്, പിന്നെ നീ ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കരുത്, പിന്നെ നിന്റെ കുഞ്ഞുങ്ങൾക്കും അതൊന്നും കൊടുക്കരുത്. അപ്പം നിന്നെയെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുള്ളൂ, ബാക്കി 3 മക്കളും പോയി കിട്ടി. അപ്പൊ അതുകൊണ്ട് നീയെങ്കിലും എന്നെ കളഞ്ഞിട്ട് പോകരുത്. ഞാൻ പറഞ്ഞു, അപ്പയെ ഒരിക്കലും ഞാൻ കളയത്തില്ല, അപ്പയുടെ കൂടെ ഇരിക്കും. പക്ഷെങ്കില് ഇങ്ങനെ പറഞ്ഞ് അപ്പം മരിക്കുന്നതിന് 1.5-2 വർഷം ഏകദേശത്തിന് മുമ്പ് അപ്പയ്ക്ക് വയ്യാതൊക്കെ വന്നപ്പം ഞാൻ ഒരു റെവലേഷൻ കണ്ടു. അപ്പൊ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക, അവിടോട്ട് ഇങ്ങനെ തീക്കുണ്ടം കയറി വന്ന് അപ്പൊ ഇങ്ങനെ കത്തി എരിയുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ അപ്പയോട് ചെന്ന് പറഞ്ഞു, അപ്പൊ അച്ഛനൊരു കാര്യം ചെയ്യണം, യേശുക്രിസ്തു മാത്രമേ ദൈവമുള്ളൂ, ഇത് പൂർണ്ണമായിട്ടും എനിക്ക് മനസ്സിലായത് കൊണ്ടാ അച്ഛന് ഇങ്ങനെ തീക്കകത്ത് പോകുന്നത് കണ്ടു, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ യേശുക്രിസ്തുവിനെ മാത്രമേ ദൈവമായി സേവിക്കാവെന്ന് പറഞ്ഞു. അതിനു മുമ്പ് എൻ്റെ ബ്രദേഴ്സൊക്കെ ഈ പിന്നെ എറണാകുളത്ത് ഒരു സാങ്കുട്ടി പാസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ചർച്ചിൽ കണ്ട് സാങ്കുട്ടി പാസ്റ്ററെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഒരവസരം അച്ഛന് കിട്ടിയായിരുന്നു. അങ്ങനെ അവിടെ എൻ്റെ ബ്രദർ മുഖാന്തരം അങ്ങനെ യേശുക്രിസ്തുവിനെ രക്ഷിതാവ് സ്വീകരിച്ചു. പക്ഷെ അച്ഛന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിലും ബൈബിള് ഫുൾ അരച്ച് കലക്കി പഠിച്ചു. ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും ഞാൻ ഒരുപാട് വിഷമിക്കുമ്പോൾ സങ്കടം വരുമ്പോഴൊക്കെ എന്നോട്, മോക്ക് ഒത്തിരി സങ്കടമുണ്ട് അല്ലേ, മോള് 37-ാം സങ്കീർത്തനം വായിരേ, അപ്പം ദുഷ്പ്രവർത്തിക്കാര നിമിത്തം നീ മുഷിയരുത്, അല്ലെ കുറെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുമുണ്ട്. അതാ സന്തോഷം. അന്നേരം ഞാൻ പറഞ്ഞു, അപ്പ ഇങ്ങനെ പിന്നെ നിത്യ നരകത്തിലേക്ക് അപ്പ പോകുന്ന ഞാൻ കാണുന്നു, അതുകൊണ്ട് ഞാൻ ഇനി എന്താ മോളെ ചെയ്യണ്ടേ? അങ്ങനെ ഒരു ചോദ്യം എന്നോട് അപ്പ ചോദിച്ചു. കാരണം മറ്റു മക്കൾ പറയുക എടുക്കുകയും ചെയ്താലും അവര് സ്നേഹം അവരോട് വലിയ കാര്യമാണെങ്കിൽ എന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ചുകൂടെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് യേശുപ്പച്ചനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, യേശുക്രിസ്തു മാത്രമേ ദൈവമുള്ളൂ, മറ്റൊരു ദൈവത്തോടും പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ അപ്പ രക്ഷിക്കപ്പെട്ട് ലാസ്റ്റ് എൻ്റെ അനിയത്തിയുടെ കയ്യിൽ ഇരുന്നാണ് മരിക്കുന്ന അപ്പ. അന്നേരം ആ ലാസ്റ്റ് സമയത്തൊക്കെ സ്വർഗത്തിലെ അപ്പ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പിന്നെ പെന്തക്കോസ്ത് വിശ്വാസ ഇതിലാ അങ്ങനെയാ നടത്തിയത്. അപ്പം ഒരുപാട് പേരെ ഹിന്ദുസിലേക്കും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും അപ്പൊ അവസാനം അങ്ങനെയാണ് അപ്പയുടെ അടക്കം നടന്നത്. ഓക്കെ, എനിവേ പിന്നെ അപ്പം യുയോമയ സഭയെ കുറിച്ച് വീണ്ടും പറഞ്ഞു വന്നാൽ, ഇപ്പം യുയോമയ സഭയ്ക്ക് എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, കുറെ ആളുകളുണ്ടോ, എന്തുമാത്രം? ഇടക്കാലത്ത് ഇത് ഞങ്ങളെ ഒരു പ്രത്യേക മതമായി പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് കോടതി പോവുകയോ അങ്ങനെ കണ്ട് ഗവൺമെന്റിൽ അപേക്ഷ കൊടുക്കുകയോ അങ്ങനെ കണ്ട് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ചെയ്ത സഭയാ. അല്ല, ഇന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അവാന്തര വിഭാഗമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഹിന്ദു മതം പോലെ വേറൊരു സെപ്പറേറ്റ് മതമായിട്ട് ഇതിനെ കണക്കാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുകയോ കേസ് പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ അവിടെ വായിച്ചായിട്ട് ഓർക്കുന്നു. അല്ല, ആ ഒരു അറിവ് ഇപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഒരു പ്രത്യേക ഒരു മഠമൊക്കെ ഇവര് ഞങ്ങളുടെ വീടുകൾക്കൊക്കെ മഠമെന്നാ പറയുന്നത്. വീടിന് മഠമെന്നാ പറയുന്നത്. അപ്പം ഇപ്പൊ എന്റെ മൂവരമ്മാച്ചിന്റെ വീട്ടില് കാഞ്ഞിരത്തിനാൽ മഠം, താഴെയിൽ പുത്തൻ മഠം, ഇങ്ങനെ അങ്ങനെ ഈ മഠം എന്നുള്ള വീട്ടുപേര് എന്നുവെച്ചാൽ ബ്രാഹ്മിൻസ് ആണ് ഈ മഠം എന്ന് പറയുന്നത്. മഠം എന്നൊക്കെ പറയുമല്ലോ. അപ്പം മഠം അപ്പൊ വല്യപ്പച്ചന്റെ ആ ഇത് തന്നെയാണ്, മഠമെന്നേ പറയത്തുള്ളൂ. നമ്മുടെ വീടുകൾക്കൊക്കെ മഠം എന്നാ പറയുന്നത്. പിന്നെ അപ്പം ഇപ്പം എന്താ മൂന്നാംകുറ്റിക്കടുത്ത്, അതായത് മങ്കുഴിയില് ഇപ്പം അവിടെ കുറച്ച് വീട്ടുകാരുണ്ട്. അപ്പോഴൊക്കെ തന്നെ കസിൻസുകളൊക്കെ തന്നെ അവിടെ ഇപ്പൊ ഒരു മഠം ഉണ്ടാക്കി, UMA സഭയ്ക്ക് ഒരു മഠം ഉണ്ടാക്കി, സഭയുടെ ആസ്ഥാനം പോലെ. അപ്പം ഇപ്പൊ കുറച്ച് പേരുണ്ട്, അത്യാവശ്യം കുറച്ച് പേരുണ്ട്. അവരതിനകത്ത് സജീവമായിട്ട് പോകുന്നു. എന്നാലും ഒരു യേശുക്രിസ്തുവിനോട് അവര് ബന്ധമുണ്ട്, ഉണ്ട്, ഒരു നല്ല സ്നേഹബന്ധമുണ്ട്. കാരണം അവരെ ഓർത്തൊക്കെ ഞാൻ എപ്പോഴും നന്നായിട്ട് കണ്ണുനീരോട് പ്രാർത്ഥിക്കും. കാരണം എസ്തേർ പ്രാർത്ഥിച്ചപ്പോ ദൈവം
അതിനുള്ള ഒരു മറുപടി കൊടുക്കുകയും ചെയ്തു. അപ്പം നമുക്ക് നമ്മുടെ സ്വന്തം ജനത്തെ ഓർത്ത് കരയേണ്ട ഒരു കർത്തവ്യം നമുക്കുണ്ട്. അപ്പം അവരൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെയധികം സ്നേഹത്തോടെ അവർ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. യേശു ദൈവമാണെന്നും അല്ലെ ഞങ്ങളുടെ അനുഭവമൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കാൻ. അപ്പം എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ആ പഴയ വല്യപ്പച്ചൻ, അതായത് കർത്താവിലേക്ക് മടങ്ങുന്ന വല്യപ്പച്ചൻ ഇറങ്ങിയ ആ അവസ്ഥയിൽ ജോസഫ് പീറ്റിന്റെ അടുത്ത് സ്നാനപ്പെട്ട് ആ ഒരു വിശ്വാസത്തിൽ നിന്നതുപോലെ ആ ഒരു ലെവലിലേക്ക് ഇവർ വരാൻ ഞാൻ കരയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുമെന്ന് പറയുമ്പോഴും അവരെന്നോട് പറഞ്ഞു, സിജി മടങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, സിജി ഞങ്ങളുടെ കൂടൊപ്പം കാണണം എന്ന് അവര്. പക്ഷെ അവരെ എനിക്ക് ഒരുപാട് സ്നേഹമാണ്. പക്ഷെ അവര് യഥാർത്ഥ സത്യം, നമ്മൾ മതം മാറണ്ട, മതപരിവർത്തനമല്ല നമുക്കുണ്ടാകേണ്ടത്, മനപരിവർത്തനം. വേറെ കാര്യം, ഈ പെന്തക്കോസ്ത് സഭകൾക്കോ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകൾക്കോ ഉള്ളതുപോലെയുള്ള ഒരു ഇവാഞ്ചലിസ്റ്റിക് അപ്രോച്ച് ഒന്നും അവർക്കില്ലല്ലോ. ആരെങ്കിലും മതത്തിൽ അങ്ങനൊന്നും അവർക്കില്ല. അവർ നല്ല മനസ്സോട് ആർക്കെങ്കിലും എന്നോട് ഒരു കാലത്ത് ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മോളെ സ്വർണ്ണക്കടയില് അധികം പേര് കാണത്തില്ല, അതേസമയം മീൻചന്തയിലോട്ട് ഇഷ്ടത്തിന് ആൾക്കാർ. മനസ്സിലായി. അപ്പൊ അവിടെ നിറച്ച ആളുണ്ട്, സ്വർണ്ണക്കടയിലൊന്നും അധികം ആൾക്കാർ കയറത്തില്ല എന്ന് പറഞ്ഞതുപോലാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കി, വരുന്നവര് വന്നാ മതി, മനസ്സിലായി. അവര് ആരും നിർബന്ധിക്കാറില്ല. അതേസമയം നമുക്ക് ആ വേദന എന്ന് പറഞ്ഞ നിത്യതയെ കുറിച്ചുള്ള ആ കാഴ്ചപ്പാടുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഭാരമാണ്, അല്ലേ? എനിവേ, പിന്നെ സിജി ഇങ്ങനെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ അറിയാൻ ദൈവം അവസരം തന്നു, കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഹൈന്ദവ വിശ്വാസപ്രകാരം വിവാഹിതരായി കഴിഞ്ഞിട്ടും ദൈവത്തെ അറിയാനും കർത്താവിനെ സ്നേഹിക്കാനും അതിലേക്ക് വരാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി വൈസ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞാൽ നമ്മൾ. ഞങ്ങള് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, യെശയ്യാവ് 42:6 ഞങ്ങളുടെ മേലുള്ള ഒരു ശുശ്രൂഷ. യേശു ക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ച് ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് ഞങ്ങൾ വെക്കുമ്പോഴും ദൈവം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്നത് ചെയ്യുന്ന ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അങ്ങനെ പറഞ്ഞു തന്നാണ് ഞങ്ങൾ ഈ നിമിഷം വരെയും നിൽക്കുന്നത്. ഞങ്ങള് പിന്നെ ഈ സ്കൂള് 35, അതായത് 95 തുടങ്ങിയ സ്കൂളാണ്. അപ്പൊ 35 വർഷമായി സ്കൂൾ തുടങ്ങിയിട്ട്. ഈ ഹൈന്ദവ ആചാരത്തിലുള്ള സ്കൂള് ഞങ്ങള് കർത്താവ് പറഞ്ഞ് കളയാൻ പറഞ്ഞു. ആ സ്കൂൾ അങ്ങ് കളഞ്ഞു. ആ സ്കൂള് കളഞ്ഞെങ്കിലും ആ സ്കൂളിന്റെ കൾച്ചർ മാറ്റിയിട്ട് അത് കണ്ടിന്യൂ ചെയ്തു. അപ്പം അതുവരെ മറ്റുള്ള ദൈവങ്ങളെ സ്തുതിച്ചുള്ളതായിരുന്നു. അപ്പം അത് വിട്ടിട്ട് ഞങ്ങള് അത് കളഞ്ഞു. പിന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതും കളഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല, സ്നാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ച് പിന്നെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 21 ദിവസം ഇരുന്നു. പിന്നെ ഞങ്ങളൊരു പുല്ലാട് ഞങ്ങളൊരു 16 വർഷം ഞങ്ങൾക്കൊരു സ്വന്തമായൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ആ മിനിസ്ട്രി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കർണാടകയിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ വിശ്വാസത്തിൽ വന്ന് ഈ പറഞ്ഞ ബൈബിൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ദൈവം തന്ന വെളിപ്പാടനുസരിച്ചാണ് ഞങ്ങളൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ഞങ്ങൾ ചർച്ചിന്റെ മെമ്പർ ആയിരുന്നു. പക്ഷെ ദൈവം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മിനിസ്ട്രി തന്നപ്പം ആ മിനിസ്ട്രി ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി അനേകരെ സ്നാനപ്പെടുത്താനും അങ്ങനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ ദൈവം സഹായിച്ചു. അങ്ങനെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കർണാടക സ്റ്റേറ്റിലേക്ക് പോകാൻ കർത്താവ് ഈ പറഞ്ഞതുപോലെ തന്നെ ദൈവം ഇടപെട്ട് ആ രീതിയിലാണ് കർണാടകയിലേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ അനേക ഈ മിനിസ്ട്രി ചെയ്യുന്നതിനോടൊപ്പം തന്നെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഒരുപാട് പേരെ കൗൺസിലിംഗ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്ന് വെച്ചാൽ ഒരുപാട് ഡിവോഴ്സിന്റെ വക്കത്തെത്തിയിരിക്കുന്ന ഒരുപാട് പേരെ അവരെ കൊണ്ടുവന്ന് അവരോട് സംസാരിച്ച് യേശു മാത്രമുള്ള ദൈവം ഒന്ന് അവരെ വെളിപ്പെടുത്തി കൊടുത്ത് രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ തന്നെ അവര് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുവാനൊക്കെ അങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ കൊണ്ടുവരുവാനും പലതരത്തിലുള്ള
കാര്യങ്ങൾ ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. അപ്പോൾ തന്നെ ഈ സ്കൂൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവം പ്രത്യേക ചില റെവലേഷൻ ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് കർണാടകയിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്നത് പോലെ ഞങ്ങൾ അവിടെ ചെന്നിട്ടും ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ദൈവം ഞങ്ങളെ ശരിക്കും അയച്ചത്. എന്നാൽ അനേക ഇടങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റില് 31 ജില്ലകളുണ്ട്. ആ ജില്ലയുടെ പല ഭാഗത്തുനിന്നും പല വ്യക്തികളും പ്രാർത്ഥിക്കാൻ, കുടുംബപരമായിട്ടും ഈ പറയുന്ന പോലുള്ള ഒരുപാട് വിഷയങ്ങളുള്ള ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അവർക്ക് പ്രാർത്ഥിച്ച് ദൈവം അവർക്ക് സൗഖ്യമോ അല്ലെങ്കിൽ വിടുതലോ ഒക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി, നമ്മൾ ഇവിടെയൊക്കെ സാധാരണ ചെയ്യുന്നത്, നമ്മൾ ഒരു ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ട്രാക്ട് കൊടുക്കുക അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞു പോകുന്ന ഒരു ലെവലാണ്. പക്ഷെ പണ്ട് പോലെ ഞങ്ങൾക്ക് ദൈവം അങ്ങനെ ഒരു കാഴ്ചപ്പാടല്ല തന്നെ. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് ചില ഏരിയ ഇടപെടും. ആ ഏരിയയിൽ കൂടി ഞങ്ങൾ നടക്കുമ്പോൾ ദൈവം പറയും ഇന്ന വീട്ടിൽ കയറ്. കഴിഞ്ഞ ദിവസം സുജി പറഞ്ഞായിരുന്നു, ആ വീട്ടിൽ കയറി. അപ്പൊ അങ്ങനെ ചില മിനിസ്ട്രികൾ ചെയ്തിട്ട് തിരിച്ചു പൊയ്ക്കോളാൻ പറയും. എന്നാൽ ബാംഗ്ലൂരിൽ ചെന്നിട്ട്, കർണാടകയിൽ ചെന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഈ പല കുടുംബങ്ങൾ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങൾ, പല ഭവനങ്ങളിലെ ആൾക്കാരെ കർത്താവിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് അവരെല്ലാം കൂടെ ഒരു ദിവസം ഒരു വീട്ടിൽ സംഘടിപ്പിക്കും. ചിലപ്പോൾ 10 കുടുംബം കാണും, ചിലപ്പോൾ 15 കുടുംബം കാണും, ചിലപ്പോൾ 5 കുടുംബങ്ങളെ കാണത്തുള്ളായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞ്, പല ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്, അവരോട് സുവിശേഷം പറഞ്ഞ് അവർ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ നിങ്ങൾ രണ്ടുപേരും സംഗീതം പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ്, ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കൃത്യമായി പഠിച്ചിട്ടുള്ളവരാണ്, അറിയാവുന്നവരാണ്. നിങ്ങൾ മക്കളാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അവര് രണ്ടുപേരും. അപ്പൊ നിങ്ങൾ ഒരു കച്ചേരി നടത്താൻ വിളിച്ചാൽ നിങ്ങൾ പോവോ? ഉറപ്പായിട്ടും പോകും. ക്രിസ്ത്യൻ കച്ചേരി നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ക്രിസ്ത്യൻ കച്ചേരിയാ നിങ്ങൾ ചെയ്യുന്നുണ്ട്. കച്ചേരി നിങ്ങൾ പോയി കല്യാണത്തിന് ഞങ്ങളെ വിളിച്ചിട്ട് പറയും ഒരു ക്രിസ്ത്യൻ കച്ചേരി ചെയ്യാമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. അതിനുള്ള പക്കമേള. നേരത്തെ നമ്മൾ കച്ചേരി ഫീൽഡിലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പുറത്ത് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ ക്ലാസിക്കൽ നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇപ്പം പിന്നെ ഈ യൂസ്തുസ് ജോസഫിന്റെ പാട്ട് വിവാദമായി കഴിഞ്ഞ് അത് ഹിന്ദു അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ ഭജന നടത്തുന്ന ഭജഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന മ്യൂസിക് ട്രൂപ്പാണല്ലോ അത് ചെയ്തത്. അപ്പം ഇപ്പം അത് വിവാദമായി കഴിഞ്ഞപ്പോൾ വലിയ വിമർശനവും കാര്യങ്ങളൊക്കെ ഈ ക്രിസ്ത്യൻ പാട്ട് പാടിയതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പം തിരുവല്ലയിൽ ഒരു മ്യൂസിക് ഗ്രൂപ്പ് ക്രിസ്ത്യൻ ഭജൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അതിന്റെ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ രംഗത്ത് വലിയ സാധ്യതകളല്ലേ? നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് വളരെ സാധ്യതയുള്ളവരാണ്. അല്ല, ഞങ്ങള് അതൊരു പോയിന്റ്. അത് ഞാൻ പറയാം. അപ്പോൾ തന്നെ മുമ്പേ പറഞ്ഞ ചോദ്യത്തിന്റെ എന്തോ ചെയ്യുന്നെന്ന് ചോദിച്ചല്ലോ. അത് ഞങ്ങള് സൺഡേ ഞങ്ങളൊരു ഓൺലൈൻ പ്രെയർ ഉണ്ട് ഞങ്ങൾക്ക്. മീൻസ് ഈ നമ്മുടെ സഭയിൽ വർഷിപ്പ് ചെയ്യുന്ന പോലെ ഈ നമ്മുടെ കോവിഡ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന വർഷിപ്പില്ലേ, അതുപോലെ തന്നെ ഞങ്ങള് രണ്ടുപേരും, ഈ കുഞ്ഞുങ്ങളും കൂടി രാവിലെ പാട്ട്, പ്രാർത്ഥന, ഒരു വർഷിപ്പ്. അതിനകത്ത് ചാനലിൽ കുറച്ച് പേര് ആൾക്കാർ കയറുന്നുണ്ട്. അങ്ങനെ ഒരു വർഷിപ്പ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനകത്തോട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ഞായറാഴ്ച ഞങ്ങളും കൂടെ വന്നാലോ? ഒരു പ്രശ്നമില്ല, നിങ്ങളെ ഗസ്റ്റ് ആക്കും അവിടെ. അല്ല, അങ്ങനെ ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. സാധാരണ നമ്മള് ചർച്ചകളിൽ വിളിച്ച് പ്രസംഗിക്കുന്ന പോലെ അങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കാറില്ല. പ്രതീക്ഷിക്കാതെ ചില കർത്തദാസന്മാരെ ആ മീറ്റിങ്ങിൽ കൊണ്ടുവരും. നമ്മുടെ സൺഡേയിൽ ചർച്ചയിൽ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് പോലെ തന്നെ 2 മണിക്കൂർ ഈ പറയുന്ന പോലെ പ്രാർത്ഥനയും ആരാധനയും ദൈവവചന ശുശ്രൂഷയും അത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. നിങ്ങളുടെ ചർച്ച് മെമ്പർഷിപ്പ് ഏത് സഭയിൽ? കുമ്പനാട് ഹെബ്രോൺ IPC ചർച്ചിലെ മെമ്പറാണ് ഞങ്ങൾ ഓൾറെഡി. ഞങ്ങളുടെ ഈ മിനിസ്ട്രി ഒക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കുറച്ചു നാളായി ഇവിടെ പോയിട്ട് പോകാൻ ഉള്ള ഒരു അപ്പോൾ തന്നെ ഞാനും എനിക്കൊരു ചാനലുണ്ട്, ഇദ്ദേഹത്തിനും ഒരു ചാനലുണ്ട്. അപ്പൊ എന്റെ ചാനൽ എന്ന് പറയുന്നത് സിജി കിഷോർ എന്നാണ് ആ ചാനലിന്റെ പേര്. പക്ഷെ അതിനകത്ത് ജസ്റ്റ് ഒരുപാട് പേര് മാനസികമായി തകർന്നവര്, ഒരുപാട് രോഗികളായവര്, ക്ഷീണിതരായവര്, ഭയങ്കര പ്രശ്നം. അത് ഒരു പാട്ട് ആദ്യം പാടി ഒരു മെസ്സേജ് കൊടുത്ത് ഈ ജനത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് വെക്കുന്ന ഒരു ചാനൽ, അതാണ് ഒരു ചാനൽ. അതെ, ഇദ്ദേഹത്തിന്റെ ചാനൽ എന്ന് പറയുമ്പോൾ കൃഷ്ണേന്ദുകുമാർ എന്ന് പറഞ്ഞ ചാനലിന്റെ പേരടിച്ചാൽ മതി. അല്ലെ, ബദേൽ ഹീലിംഗ് മിനിസ്ട്രി എന്നാണ് ഞങ്ങളുടെ. അതിനകത്ത് മ്യൂസിക്കൽ പ്രോഗ്രാംസ് മാത്രമാണ്, നമ്മുടെ മ്യൂസിക് പ്രോഗ്രാം മാത്രമാണ് ആ ചാനലിനകത്ത്.
അപ്പം പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് 2 ചാനൽ ഇവർ നടത്തുന്നുണ്ട്. ഒന്നാമത്തെ ചാനൽ സിജിയുടെ ചാനല്, അത് സിജി കിഷോർ എന്നാണ് അതിന്റെ പേര്. ആ ചാനലിനകത്ത് പ്രധാനമായിട്ടും സന്ദേശങ്ങളാണ്, സിജി പറയുന്ന സന്ദേശങ്ങൾ. അനേകരുടെ എന്തെങ്കിലും വേദനയോട് ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ അവർക്കൊരു ആശ്വാസമായി. പിന്നത്തേതിൽ അവര് പിന്നെ സാക്ഷ്യം പറയും. അവർക്കൊരു ദൈവം കൊടുക്കുന്ന ഒരു സൗഖ്യമാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. അങ്ങനെ പ്രയർ ഇതുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ചാനലാണ്. നിങ്ങൾ ആ ചാനൽ കയറി സിജി കിഷോർ എന്ന് അടിച്ചാൽ ആ ചാനൽ കിട്ടും. അതുപോലെ തന്നെ കൃഷ്ണേന്ദു കുമാർ എന്ന് പറയുന്ന ചാനൽ അടിച്ചാൽ മതി. കൃഷ്ണേന്ദു കുമാർ. അതെ. അപ്പൊ കിഷോർ പാസ്റ്റർ നടത്തുന്ന ചാനലാണ് കൃഷ്ണേന്ദു കുമാർ. അതിനകത്ത് മ്യൂസിക് പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ്. അങ്ങനെ നമുക്ക് ചാനലിന് വേണ്ടി പ്രോഗ്രാം ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ എവിടെയെങ്കിലും ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ചില അത്യാവശ്യം ഇട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേര് ബദേൽ ഹീലിംഗ് മിനിസ്ട്രി എന്നാണ്. ബദേൽ ഹീലിംഗ് മിനിസ്ട്രി. ഞങ്ങളുടെ സ്കൂളിന്റെ പേര് ബദേൽ ക്രിസ്ത്യൻ സ്കൂൾ ഓഫ് ക്രിസ്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കർണാട്ടിക് മ്യൂസിക് എന്ന് അടിച്ചാൽ അത് ആ ചാനലുകൾ. ഓക്കെ. അപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിലും യുയോമയ സഭയെക്കുറിച്ച് അതിൻ്റെ ഒറിജിനലി ഉള്ള ആ കുടുംബത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് അത് കേൾക്കാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ക്രൈസ്തവ സഭയുടെ, കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പരമ്പരയിൽ പെട്ട 5ാം തലമുറയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഇത് കേൾക്കാനും പറയാനും ഒക്കെ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ മിനിസ്ട്രിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നിങ്ങളോട് നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായിട്ട്. താങ്ക് യു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.